കാലവർഷം ചതിച്ചതോടെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുൻ വർഷത്തേക്കാൾ കുറഞ്ഞു. നിലവിലുള്ളത് 2327.22 അടി വെള്ളം മാത്രമാണ്. മുൻ വർഷത്തേക്കാൾ 35.84 അടി കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിലെ മറ്റ് ഡാമുകളിലും ജലനിരപ്പ് കുറവാണ്. ജെയിനസ് രാജു വിവരങ്ങളുമായി എത്തിയുന്നുണ്ട്. ഇനി കാലവർഷം ചതിച്ചു, കറണ്ടില്ലാത്ത വല്ലാത്തൊരു ദുർഗതിയിലാണ് ഇപ്പോൾ കേരളമാകെയുള്ളത്. ഡാമുകളിലെ ജലനിരപ്പ് തട്ടിച്ചു നോക്കുമ്പോൾ എത്രത്തോളം കുറവാണ്? ഇത് വലിയൊരു പ്രതിസന്ധിയല്ലേ? തീർച്ചയായിട്ടും രതീഷ്, വലിയ പ്രതിസന്ധിയാണ്. ഏതാണ്ട് 35.84 അടി വെള്ളം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. ഏതാണ്ട് 27% വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, സംസ്ഥാനം വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ രീതിയിൽ, അതായത് 6 ജനറേറ്ററുകളാണ് ഇടുക്കിയിലുള്ളത്. 6 ജനറേറ്ററുകൾ 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിച്ചാൽ ഏതാണ്ട് ഒരു മാസം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇടുക്കി ഡാമിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. 2327.22 അടിയാണ് ഇന്നത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇത് 2363.06 അടി വെള്ളമുണ്ടായിരുന്നു. 35 അടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കാലവർഷം പ്രതീക്ഷിച്ച പോലെ എത്തിയില്ല. ഇപ്പോൾ കാലവർഷം ഏതാണ്ട് പകുതി പിന്നിട്ടിരിക്കുന്നു. ഇനി തുലാവർഷമാണ് വരാനിരിക്കുന്നത്. അതുകൂടി ലഭ്യമായില്ലെങ്കിൽ സംസ്ഥാനം വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. ഇത് ഇടുക്കി ഡാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഡാമുകളുടെ കാര്യത്തിലും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 112.75 അടി മാത്രമാണുള്ളത്. അതായത് ആ ഡാമിലെ പ്രതിസന്ധി കേരളത്തെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് തമിഴ്നാടിനെയാണ്. മറ്റ് ഡാമുകളുണ്ട്, അതിലും മുൻ വർഷത്തേക്കാൾ ജലനിരപ്പ് കുറവാണ്. പൊന്മുടി ജെയിനസ് രാജുവാണ് വലിയ പ്രതിസന്ധിയുടെ സാഹചര്യം വിവരങ്ങൾ നൽകിയത്.